intermediate code generator. Uh, the and it is easy to translate to target translation. പിന്നെ code optimizer to improve intermediate code to target code. Okay. Code generation, target assembly code generating. Okay. അത്ര Okay. So the 6 phases are first the lexical analysis. So lexical analysis എന്താ ചെയ്യുന്നത് source programനെ tokens ആയിട്ട് convert ആണ് ചെയ്യുന്നത്. Okay. So token means a common name given for എന്താണ് set of items കൊടുത്തിട്ടുള്ള common name ആയിരിക്കും token എന്ന് പറയുന്നത്. Okay. So ഇതിൽ tokens ആയിട്ട് convert ചെയ്യും lexical analysis. Then that is passed through ആർക്കാണ് syntax analysis. Syntax analysis എന്താ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഈ തന്നിട്ടുള്ള പ്രോഗ്രാമിന്റെ സിൻടാക്സ് ആയിരിക്കും ചെക്ക് ചെയ്യുക, സിൻടാക്റ്റിക്കലി റൈറ്റ് ആണോ ഇല്ലേ എന്നുള്ളതായിരിക്കും വെരിഫൈ ചെയ്യുക. ഓക്കെ. ആൻഡ് ഓൾസോ ദ അതർ നെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെക്സിക്കൽ അനാലിസിസിന്റെ അതർ നെയിംസ് എന്ന് പറയുന്നത് സ്കാനർ. ഓക്കെ. അതേപോലെ സിൻടാക്സ് അനാലിസിസിന്റെ അതർ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ടേംഡ് ആസ് പാർസർ ഓർ ഇറ്റ് ഇസ് ഹൈറാർക്കിയൽ അനാലിസിസ് ആണ്. ഓക്കെ. അപ്പം ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സിൻടാക്സ് ട്രീ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. സോ സിൻടാക്സ് ട്രീയുടെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഇന്റീരിയർ നോഡ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സും ബാക്കിയുള്ളത് ഓപ്പറൻസ് ആയിരിക്കും. ഇന്റീരിയർ നോഡ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദി റിമൈനിങ് ഓർ ദി ഓപ്പറൻസ്. ചൈൽഡ് നോഡ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും, ഓപ്പറൻസ് ആയിരിക്കും. ഓക്കെ. ദെൻ കംസ് ദി സെമാറ്റിക് അനാലിസിസ്. സെമാറ്റിക് അനാലിസിസിൽ മെയിൻ ആയിട്ട് എന്താ ചെക്ക് ചെയ്യുന്നത്? തന്നിട്ടുള്ള സോഴ്സ് പ്രോഗ്രാമിന്റെ മീനിങ് ആണ് ചെക്ക് ചെയ്യുന്നത്. അതായത് വെദർ ഇറ്റ് ഇസ് ലോജിക്കലി കറക്റ്റ് ആണോ ഇല്ലേ എന്നുള്ളതായിരിക്കും മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും സിൻടാക്സ് ട്രീ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ദാറ്റ് ഇസ് ടൈപ്പ് ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ ദ നെക്സ്റ്റ് കംസ് ദി ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു 3 അഡ്രസ് കോഡാണ് ജനറേറ്റ് ചെയ്യുക. സോ 3 അഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എന്താണ് മാക്സിമം ഓഫ് 3 ഓപ്പറൻസ് ആയിരിക്കും ഉണ്ടാവുക. മാക്സിമം ഓഫ് 3 ഓപ്പറൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ. സോ അതാണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാം സോഴ്സ് പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റ്സിനെ 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ. സോ ദ നെക്സ്റ്റ് കംസ് ദി കോഡ് ഒപ്റ്റിമൈസേഷൻ. സോ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് എന്താണ് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള 3 അഡ്രസ് കോഡിനെ എന്താണ് ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യാണ്. അതിന്റെ നമ്പർ ഓഫ് സ്റ്റെപ്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. ദ നെക്സ്റ്റ് കംസ് എന്താണ്? കോഡ് ജനറേഷൻ. കോഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ രജിസ്റ്റേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ഒരു എന്താണ് അസംബ്ലി കോഡ് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിൽ നമുക്ക് ഫേസസ് ഓഫ് കമ്പൈലറിൽ നോർമലി ചോദിക്കുന്ന ഒന്നിൽ ഫേസസ് ഓഫ് കമ്പൈലറിൽ ചോദിക്കാം, വിത്ത് ആൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഓർ അതർവൈസ് എന്താണ് ഒരു സോഴ്സ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഔട്ട്പുട്ടും കൂടി റെപ്രസെന്റ് ചെയ്യാൻ പറയും. ഓക്കെ. അപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ഫേസസ് ഓഫ് കമ്പൈലർ വിത്ത് ആൻ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിലും സ്റ്റെപ്സ് എഴുതണം. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു റൈറ്റ് എന്താണ് ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി ഫേസസ്. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? Okay, so apart from that, here we have two more phases, that is simple table management and error handler. This is common for all the phases ആണ്. Simple table management എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന ഐഡന്റിഫയേഴ്സ് ആണെങ്കിലും കീവേഡ്സ് ആണെങ്കിലും അതിന്റെ ഇൻഫർമേഷൻ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? സിമ്പിൾ ടേബിളിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. സിമിലർലി എറർ ഹാൻഡ്ലർ ആക്ട്സ് ഇൻ ഈച്ച് ആൻഡ് എവറി ഫേസസ്. അതായത് ഓരോ ഫേസിലും ലെക്സിക്കൽ അനാലിസിസിലാണെങ്കിലും സിൻടാക്സ് അനാലിസിസ്, സെമാന്റിക് അനാലിസിസിലൊക്കെ എന്ത് ആക്ട് ചെയ്യും? എറർ ഹാൻഡ്ലർ ആക്ട് ചെയ്യും. ആൻഡ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹെഡിങ് ഗ്രൂപ്പിംഗ് ഓഫ് ഫേസ്. ഗ്രൂപ്പിംഗ് ഓഫ് ഫേസസ് എന്ന് പറഞ്ഞു അർജുൻ. അനാലിസിസ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതിൻ്റെ അകത്ത് വരുന്നത് ലെക്സിക്കല്, സിൻടാക്സ്, സെമാൻറ്റിക്. പിന്നെ മറ്റേത് മെഷീൻ ഡിപ്പെൻഡൻ്റ് സിന്തസിസ് പാർട്ട്. അതിൻ്റെ അകത്ത് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ, പിന്നെ കോഡ് ഒപ്റ്റിമൈസേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ, പിന്നെ കോഡ് ജനറേഷൻ. ഓക്കെ.
ഓക്കെ, സോ ഗ്രൂപ്പിംഗ് ഓഫ് ഫേസസ് രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അനാലിസിസ് ഓഫ് സിന്തസിസ് ഫേസ്. സോ ഫസ്റ്റ് 3 phases അനാലിസിസിലും നെക്സ്റ്റ് 3 phases സിന്തസിസിലും ആണ് വരുന്നത്. അനാലിസിസ് ഫേസിനെ മിഷൻ ഇൻഡിപെൻഡന്റ് എന്ന് പറയും, സിന്തസിസ് ഫേസിനെ മിഷൻ ഡിപെൻഡന്റ് എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഗ്രൂപ്പിംഗ് ഓഫ് ഫേസസ്. ദെൻ കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് അല്ലെ. കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് ഏതൊക്കെയാണ്? പാസർ ജനറേറ്റർ, സ്കാനർ ജനറേറ്റർ, സിൻടാക്സ് ഡയറക്ടറി ട്രാൻസ്ലേഷൻ എഞ്ചിൻ, ഓട്ടോമാറ്റിക് കോഡ് ജനറേഷൻ ആൻഡ് കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾ കിറ്റ്. ഓക്കെ, സോ ഇതും എന്താണ് ഒരു 5 മാർക്സിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ്. ഓക്കെ, സോ സിമിലർലി ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബൂട്ട് സ്ട്രാപ്പിംഗ്. ബൂട്ട് സ്ട്രാപ്പിംഗ് എന്താണ്? What is bootstrapping? Joseph? കമ്പൈലർ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു. എന്താണ് ബൂട്ട്സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്? അതിന് 3 ലാംഗ്വേജ് ഉണ്ട്. ടു ക്രിയേറ്റ് എ ന്യൂ ലാംഗ്വേജ് ഫോർ എൽ ഫോർ മെഷീൻ എ ഇതാകാൻ നേരത്ത് ക്രിയേറ്റ് a compiler of a subset S of a desired language L using language A which runs on machine A. അപ്പം ഒരു SAA എന്ന് കിട്ടും. സെക്കൻഡ് ആകുമ്പം കമ്പൈലർ ലാംഗ്വേജ് എൽ ആകാൻ നേരത്ത് റിട്ടേൺ എ സബ്സെറ്റ് ഓഫ് എല്ല്. അവിടുത്തെ മേളത്തെ എസിൻ്റെ അവിടെ എല്ല് റീപ്ലേസ് ചെയ്തിട്ട് എയുടെ അവിടെ എസ് ആകും. അങ്ങനെയാണ് ചെയ്യുന്നത്. Okay, so bootstrapping എന്ന് പറയുമ്പോൾ it is used in compilation environment ആണ്, development ആണ്. So ഇതിൽ it is used to produce self-hosting compiler ആണ്. അതായത് ഒരു ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള കമ്പൈലർ തന്നെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സെൽഫ്-ഹോസ്റ്റിംഗ് കമ്പൈലർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. So self-hosting compiler is a type of compiler that compile its own source code. Okay, so compilation ഇതിൽ ഒരു കമ്പൈലറിന് 3 ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാവുക. അതായത് സോഴ്സ് ലാംഗ്വേജ്, അതിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാർഗറ്റ് ലാംഗ്വേജ്. മൂന്നാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ്. ഓക്കെ, സോ അങ്ങനെ 3 ലാംഗ്വേജസ് ആണ് ഒരു കമ്പൈലറിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ നൊട്ടേഷൻ, അതായത് ഒരു T ഡയഗ്രാമിന്റെ ഫോമിലാണ് ഈ നൊട്ടേഷൻസ് വരുന്നത്. ഓക്കെ, സോ ഹിയർ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ന്യൂ ലാംഗ്വേജ് എൽ ഫോർ മിഷൻ എ. മിഷൻ എയിൽ എൽ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എൽ എന്ന് പറയുന്ന ലാംഗ്വേജിന് എനിക്കൊരു കമ്പൈലർ ആവശ്യമാണ്. ഓക്കെ, സോ അതിനുള്ള 3 സ്റ്റെപ്സ് ആണ് എന്താണ് തന്നിട്ടുള്ളത്. ക്രിയേറ്റ്, ഫസ്റ്റ് എന്ത് ചെയ്യുക, എസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഒരു സോഴ്സ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി ദ സബ്സെറ്റ് ഓഫ് എൽ. നമ്മൾ കമ്പൈൽ ചെയ്യാൻ പോകുന്ന ലാംഗ്വേജിന്റെ സബ്സെറ്റ് ആയിട്ട് അതിനെ എടുത്തിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുക, ഫസ്റ്റ് ഒരു കമ്പൈലർ ക്രിയേറ്റ് ചെയ്യുക. ആ കമ്പൈലർ ഏത് ലാംഗ്വേജിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, മിഷൻ എയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, മിഷൻ എയുടെ ലാംഗ്വേജ് എന്താണോ ആ ലാംഗ്വേജിലാണ് ഈ കമ്പൈലർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, എ ആണ്. അതിന്റെ ടാർഗറ്റ് ലാംഗ്വേജും എ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്, എസ് എന്ന് പറയുന്ന ഒരു സോഴ്സ് ലാംഗ്വേജ് എടുത്തിട്ടുണ്ട്, വിച്ച് മേ ബി എ സബ്സെറ്റ് ഓഫ് ലാംഗ്വേജ് എല്ലായിരിക്കാം.
ഓക്കെ. അതിന്റെ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ എ ആയതുകൊണ്ട് എയുടെ ലാംഗ്വേജ് എന്താണോ അത് തന്നെയാണ് ഇതിന്റെയും ടാർഗറ്റ് ലാംഗ്വേജ്. ഓക്കെ. സോ ഈ കമ്പൈലർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഏത് ലാംഗ്വേജിലാണ്? മെഷീൻ എയുടെ ലാംഗ്വേജ് ആയിട്ട് വരുന്ന എയിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഹിയർ വി ആർ ക്രിയേറ്റിംഗ് അനദർ കമ്പൈലർ ഫോർ ലാംഗ്വേജ് എൽ. ഓക്കെ. ഇനി സോഴ്സ് ലാംഗ്വേജ് എല്ലിനുള്ള കമ്പൈലർ ക്രിയേറ്റ് ചെയ്യുക, സച്ച് ദാറ്റ് എന്താണ് നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള സോഴ്സ് ലാംഗ്വേജ് എന്താണോ ആ ലാംഗ്വേജ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ കമ്പൈലറിന്റെ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഗെയിൻ ഏത് ലാംഗ്വേജ് ആണ്? ദി ടാർഗറ്റ് ലാംഗ്വേജ് എ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഹിയർ വി ആർ കമ്പൈലിംഗ് സെക്കൻഡ് സ്റ്റെപ്പ് യൂസിങ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഒബ്റ്റെയിൻ എ കമ്പൈലർ ഫോർ ലാംഗ്വേജ് എൻ. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും വായിച്ചായിരുന്നോ? ഇല്ല. മനസ്സിലായി. ഓക്കെ. എന്തെങ്കിലും ബുക്ക് തുറന്ന് വായിക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. ഈവൻ ദോ എക്സാം ഓൺലൈൻ ആണ്, നിങ്ങളുടെ കയ്യിൽ ബുക്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം ശരിയാണ്. അറ്റ് ദ സെയിം ടൈം കുറച്ചെങ്കിലും ഒന്ന് വായിക്കുക. ഇല്ലെങ്കിൽ ലാസ്റ്റ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ തന്നെയാണ് സഫർ ചെയ്യാൻ പോകുന്നത്, ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ്. ഓക്കെ. അറ്റ്ലീസ്റ്റ് എന്താണ് ആ ഒരു എക്സാമിന് കൊടുക്കുന്ന ഒരു സീരിയസ്നെസ്സോട് കുറച്ചെങ്കിലും ഒന്ന് വായിക്കാൻ നോക്കുക. ഓക്കെ. ബുക്ക് തുറന്നൊന്ന് വായിക്കാൻ നോക്കാം. ഓക്കെ. സോ ദിസ് ഇസ് അബൌട്ട് എന്താണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ഓക്കെ. അതിന്റെ ടി ഡയഗ്രാം ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സിമിലർലി എന്താണ് ക്രോസ് കമ്പൈലർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ cross compiler that runs on machine A and produces code for another machine B. Okay. So അതിന്റെ 3 സ്റ്റെപ്സും കൂടി ഒന്ന് നോക്കുക. ഓക്കെ. അതിന്റെ ടി ഡയഗ്രാം ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ ദ നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് ലെക്സിക്കൽ അനാലിസിസ്. അതറിയാൻ എന്താണെന്ന് അറിയാമല്ലോ. റോൾ ഓഫ് ലെക്സിക്കൽ അനാലിസിസ് ഇൻ ഡെപ്ത് ആയിട്ട് കുറച്ചും കൂടി എന്താണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ടോക്കൺ ആർക്കാണ് ഇൻപുട്ട് ആയിട്ട് പാസ് ചെയ്യുന്ന പാസറിനായിരിക്കും കൊടുക്കുക. ദെൻ പാസ് ഒരു ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ എന്നുള്ള കമാൻഡ് ആർക്ക് പാസ് ചെയ്യും ലെക്സിക്കൽ അനാലിസിസ്. അപ്പോൾ ഗെറ്റിംഗ് നെക്സ്റ്റ് ഇത് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു ഡയഗ്രാം മാത്രമാണുള്ളത്. പിന്നെ അതിൽ വരുന്ന എറേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് എറർ റിക്കവറി സ്ട്രാറ്റജി, ഇതൊക്കെ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. പാനിക് മോഡ്, എറർ റിക്കവറി, അതല്ലാണ്ട് എറർ റിക്കവറി ആക്ഷൻസ് എന്തൊക്കെയാണുള്ളത്. അതുപോലെ ഇൻപുട്ട് ബഫറിംഗ്, ബഫറിംഗിലുള്ള 2 സ്കീംസ്, ബഫർ പെയർ, അതിലുള്ള 2 സ്കീംസ്, സെന്റിനൽസ് ആ സ്കീം. ഓക്കെ. പിന്നെ സ്പെസിഫിക്കേഷൻ ഓഫ് ടോക്കൺസ്, ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന കേസസ് ആണ്, റെഗുലർ എക്സ്പ്രഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ റിവ്യൂ ഓഫ് ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, അതിന്റെ കൺവേർഷൻ with epsilon to DFA and without epsilon to DFA, ആ കൺവേർഷൻ ആൻഡ് മിനിമൈസേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പിന്നെ വരുന്നത് റെക്കഗ്നൈസേഷൻ ഓഫ് ടോക്കൺ, ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ഓക്കെ അല്ലെ? സെക്കൻഡ് മോഡ്യൂളിൽ എന്താണ്? മോഡ്യൂൾ 2 എന്താ? സിൻടാക്സ് അനാലിസിസ്. സിൻടാക്സ് അനാലിസിസിൽ അതിന്റെ ആദ്യം അഡ്വാൻറ്റേജസ് ഓഫ് CFG ആണ്. അതിന്റെ ഗ്രാമർ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ഇതൊക്കെ ജസ്റ്റ് എന്തൊക്കെയാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഒക്കെ നോക്കുക. പിന്നെ വരുന്നത് അതിന്റെ തന്നെ ഡെറിവേഷൻ ട്രീ ആൻഡ് പാസ് ട്രീ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഏതൊക്കെ ഡെറിവേഷൻസ് ആണുള്ളത്? ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആൻഡ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണുള്ളത്. ലെഫ്റ്റിൽ വരുന്ന നോൺ ടെർമിനലിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയും. റൈറ്റിൽ വരുന്ന നോൺ ടെർമിനലിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ട്രിങ് എടുത്തിട്ട് അതിൽ റൈറ്റ് മോസ്റ്റ് വരുന്ന നോൺ ടെർമിനലിനെ റീപ്ലേസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയും. ഓക്കെ. സോ ഈ 2 ടൈപ്പ് ഓഫ് ഡെറിവേഷൻസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ആംപിക്വിറ്റി ഓർ ആംപിക്വസ് ഗ്രാമർ ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്രാമർ തന്നിട്ട് വെദർ ദ ഗ്രാമർ ഇസ് ആംപിക്വസ് ആണോ ഇല്ലേന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് കൺസ്ട്രക്ട് ചെയ്യണം, എന്താണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? പറഞ്ഞോ. ആംബിഗിറ്റി നോക്കാൻ നേരത്ത് ട്രീ വരയ്ക്കണമെന്നില്ലല്ലോ.
ട്രീ വരയ്ക്കുന്ന നിർബന്ധമില്ല, ഡെറിവേഷൻ ആണെങ്കിലും മതി. പക്ഷെ ഡെറിവേഷൻ എഴുതുമ്പോൾ മോർ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും ലെഫ്റ്റ് മോസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും റൈറ്റ് മോസ്റ്റ് ആയിരിക്കണം. ഒരു ലെഫ്റ്റ് മോസ്റ്റും ഒരു റൈറ്റ് മോസ്റ്റും എഴുതിയിട്ട് പറയരുത് ഇത് ആംബിഗ്വസ് ആണെന്ന് പറയരുത്. ഓക്കെ. ഓക്കെ, അപ്പൊ അത് ഭയങ്കര അത് കറക്റ്റ് ആയിട്ട് നോക്കണം. ഒന്നിൽ ലെഫ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ രണ്ട് തരം ഡെറിവേഷനിലും ലെഫ്റ്റ് മോസ്റ്റ് തന്നെ യൂസ് ചെയ്യാം. അതർവൈസ് റൈറ്റ് മോസ്റ്റ് ആണെങ്കിൽ രണ്ടിലും റൈറ്റ് മോസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ. Okay, Naurin? Sir. What is ambiguous grammar? Say more than one left more or right more derivation ഉണ്ടെങ്കിൽ ആ ഗ്രാമറിന് ambiguous grammar. ഓക്കെ ഓക്കെ, അപ്പൊ പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്തെടുക്കണം? ഏതെങ്കിലും ഒരു സ്ട്രിങ് എടുക്കുക, ടു പാസ് ട്രീ എങ്കിലും മിനിമം ഡിറൈവ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുക, എന്നിട്ട് പറയാം മോർ ദാൻ വൺ പാസ് ട്രീ ഡിറൈവ് ചെയ്യുന്നതുകൊണ്ട് വി ക്യാൻ സേ ദ ഗിവൻ ഗ്രാമർ ഇസ് എന്താണ്? ambiguous. Okay, so the next comes the top down passing. So top down passing il recursive descent passing undu. So recursive descent la backtracking ulla passer as well as non backtracking method. So non backtracking il varunnaana predictive passer and adinte further category aanu LL passer. So recursive descent ide adhi explanation illa, ഞാൻ ഇതിന്റെ അൽഗോരിതം കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരാം റിക്കർസീവ് ഡിസൈനിന്റെ, പിന്നെ മതി. ഓക്കെ, റിക്കർസീവ് ഡിസൈനിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൂടി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ദെൻ കംസ് പ്രിഡിക്റ്റീവ് പാസർ. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പാസർ ആണ് പ്രിഡിക്റ്റീവ് പാസർ. സോ പ്രിഡിക്റ്റീവ് പാസറിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സോ റിക്കർസീവ് ഡിസൈനിന്റെ വിത്ത് ബാക്ക് ട്രാക്കിംഗ് ഉള്ള മെത്തേഡ് അല്ലേ? ഒരു ഗ്രാമർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിറൈവ് ചെയ്യാൻ ബാക്ക് ട്രാക്കിംഗ്, വിത്ത് ബാക്ക് ട്രാക്കിംഗ്. അർജുന് എന്താ ചോദിച്ചാൽ മനസ്സിലായില്ല. ഓക്കെ, സോ വിത്ത് ബാക്ക് ട്രാക്കിംഗ് ഉള്ള മെത്തേഡ്. ഓക്കെ, സോ വിത്തൗട്ട് ബാക്ക് ട്രാക്കിംഗിൽ വരുന്നതാണ് പ്രിഡിക്റ്റീവ് പാസർ. സോ പ്രിഡിക്റ്റീവ് പാസറിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് റിക്കർസീവ് ഡിസൈൻ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇല്ല, ബട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ അൽഗോരിതം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അൽഗോരിതം മാത്രം ഒന്ന് അയച്ചു തരാം. ഓക്കെ, ഇപ്പൊ വേണ്ട, പിന്നെ ഞാൻ അയച്ചു തരാം. ഓക്കെ ഓക്കെ, പ്രിഡിക്റ്റീവ് പാസർ എന്ന് പറയുമ്പോൾ എന്താണ്? ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ലെഫ്റ്റ് റിക്കർഷനും ലെഫ്റ്റ് ഫാക്ടറിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ജനറേറ്റ് ചെയ്യാൻ? പാസിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ പ്രിഡിക്റ്റീവ് പാസറിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്ന കമ്പോണൻസ്? എന്തൊക്കെയാണ്? അതിന്റെ കമ്പോണൻസ്? ഫസ്റ്റ് ഫോളോ അല്ല, അതിലുള്ള വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാക്ക് ഉണ്ടാവും, ഇൻപുട്ട് ഉണ്ടാവും, പ്രിഡിക്റ്റീവ് പാസിംഗ് പ്രോഗ്രാം ഉണ്ടാവും, ഒരു പാസിംഗ് ടേബിൾ ഉണ്ടാവും. ഓക്കെ, സോ എല്ലാ കേസിലും ഇനിഷ്യലൈസ് ചെയ്യുന്ന ഫാക്ടർ ഒന്ന് നോക്കണം. ഇനിഷ്യലൈസ്ഡ് എന്താണ്? സ്റ്റാക്ക് ഇസ് ഇനിഷ്യലൈസ്ഡ് വിത്ത് ഡോളർ ആണ്. അതുപോലെ ഇൻപുട്ട് എപ്പോഴും ലാസ്റ്റ് ഇസ് അപ്പൻഡഡ് വിത്ത് ഡോളർ സൈൻ ആണ്. ഓക്കെ, ആൻഡ് പ്രിഡിക്റ്റീവ് പാസിംഗ് ടേബിൾ എന്ന് പറയുന്നത് വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് എം ഓഫ് എക്സ് കോമ എ. എക്സ് എന്ന് പറയുന്നത് നോൺ ടെർമിനൽ, എ എന്ന് പറയുന്നത് ടെർമിനൽ ആണ്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് പ്രിഡിക്റ്റീവ് പാസിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഫസ്റ്റും ഫോളോവും കാൽക്കുലേറ്റ് ചെയ്യാം. തന്നിട്ടുള്ള ഗ്രാമറുടെ ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് ആൻഡ് ഫോളോ ഓഫ് നോൺ ടെർമിനൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോളോ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഫോളോ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യാനുണ്ടോ? ഫസ്റ്റ് ആൻഡ് ഫോളോ ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോളോ വളരെ ഫസ്റ്റ് കുറച്ചും കൂടി എളുപ്പമാണ്. ഫോളോ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഫോളോ ഓഫ് ദ സ്റ്റാർട്ട് സിമ്പിൾ ഇസ് ഈക്വൽ ടു ഡോളർ ആയിരിക്കും. ആൻഡ് ഇഫ് ദ പ്രൊഡക്ഷൻ ഇസ് ഓഫ് ദ ഫോം എന്താണ്? എ ഡിറൈവ്സ് എ ആൽഫ ബീറ്റ ആണെങ്കിൽ, എ ഡിറൈവ്സ് എ ആൽഫ ബീറ്റ ആണെങ്കിൽ ദെൻ ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബീറ്റ. ഓക്കെ, ഫോളോ ഓഫ് ബി എന്ന് പറയുന്നത് ഓക്കെ
പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഫോളോ ഓഫ് ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ എക്സെപ്റ്റ് epsilon. Okay, and also if the production is of the form, this is for 2, and if the production is of the form A derives alpha B and or the production A derives A B beta, where first of beta contains epsilon ആണെങ്കിൽ then everything in follow of B is equal to follow of A. Follow of B is equal to follow of A. അപ്പം ഒരു പ്രൊഡക്ഷൻ ഈ ഫോമിൽ വരുമ്പോൾ ഇതിനെ ഫോളോ ചെയ്ത് ഒരു നോൺ ടെർമിനൽ വരുവാണെങ്കിൽ ആൻഡ് നോൺ ടെർമിനലിന്റെ ഫസ്റ്റിൽ എപ്സിലോൺ ഉണ്ടെങ്കിൽ ഏതും കൺസിഡർ ചെയ്യണം? ഫസ്റ്റ് ഓഫ് ബീറ്റ ആസ് വെൽ as ഫോളോ ഓഫ് ഏത് കൺസിഡർ ചെയ്യണം? ഫോളോ ഓഫ് എയും കൺസിഡർ ചെയ്യണം. ഓക്കെ, എപ്പോഴും ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് ഒരു നോൺ ടെർമിനലിനെ ഫോളോ, ഇപ്പൊ ഫോളോ ഓഫ് ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് ഒരു നോൺ ടെർമിനൽ ആണ് വരുന്നതെങ്കിൽ ദെൻ ആ നോൺ ടെർമിനലിന്റെ ഫസ്റ്റ് എടുക്കുക. ആൻഡ് ആ ഫസ്റ്റിൽ എപ്സിലോൺ ഉണ്ടെങ്കിൽ ഏതും കൂടി കമ്പൈൻ ചെയ്യണം, റൂട്ട് 3 കൂടി കമ്പൈൻ ചെയ്യണം. ഓക്കെ, സോ അല്ലെങ്കിൽ ഏത് മാത്രം എടുത്താൽ മതി? ഫസ്റ്റിൽ എപ്സിലോൺ ഇല്ലെങ്കിൽ ഇത് മാത്രം, ഏത് റൂട്ട് 2 മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഇൻ കേസ് ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നത് ഒരു ടെർമിനൽ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഫോളോ. ഫോളോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോളോ കാൽക്കുലേറ്റ് ചെയ്യാം, ദെൻ കൺസ്ട്രക്ട് ദി പ്രിഡിക്റ്റീവ് പാസിംഗ് ടേബിൾ. ഓക്കെ, സോ പ്രിഡിക്റ്റീവ് പാസിംഗ് ടേബിളിൻ്റെ ആ 3 റൂൾ വെച്ചിട്ട് എന്ത് ഡിറ്റർമൈൻ ചെയ്യാം? പ്രിഡിക്റ്റീവ് പാസിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, സോ വൺസ് ആഫ്റ്റർ കൺസ്ട്രക്ടിങ് ദ പ്രിഡിക്റ്റീവ് പാസിംഗ് ടേബിൾ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഏത് ആ ടേബിൾ വെച്ചിട്ട് ആ ഇൻപുട്ട് അക്സെപ്റ്റ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് വെച്ച്. ഓക്കെ, സോ ഇതിലും എന്താണ്, സ്റ്റാക്കിലുള്ള ടോപ്പിലുള്ള എലമെന്റും ഇൻപുട്ടും കൂടിയായിരിക്കും നമ്മൾ എവിടെ റെഫർ ചെയ്യുക? പാസിംഗ് ടേബിളിൽ റെഫർ ചെയ്യും. ഇഫ് പാസിംഗ് ടേബിളിൽ റെഫർ ചെയ്യുമ്പോൾ അതിലൊരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ഷനെ സ്റ്റാക്കിൽ എന്ത് ചെയ്യും? ആ നോൺ ടെർമിനലിനെ എലിമിനേറ്റ് ചെയ്തിട്ട് നോൺ ടെർമിനലിനെ കോപ്പി ചെയ്തിട്ട് അതിന് പകരം ആ പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. പുഷ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിലായിരിക്കും പുഷ് ചെയ്യുക? റിവേഴ്സ് ഓർഡറിൽ പുഷ് ചെയ്യും. അത് എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്, റിവേഴ്സ് ഓർഡറിലായിരിക്കും പുഷ് ചെയ്യുക. ഓക്കെ, ദെൻ എപ്പോഴാണോ സ്റ്റാക്ക് ടോപ്പിലും ഇൻപുട്ട് ടോപ്പിലും സെയിം എലമെന്റ് വരുന്നത്, അപ്പം ഇൻപുട്ട് ആ എലമെന്റിനെ കോപ്പി ചെയ്യുക ആസ് വെൽ as എന്ത് ചെയ്യുക? ഇൻപുട്ട് പോയിന്റ്സ് ടു ദി നെക്സ്റ്റ് എലമെന്റ്. ഓക്കെ, then the next comes എന്താണ്? LL1 grammar. So LL1 grammar എന്ന് പറയുന്നത് the first L represents the left scanning the input from left to right ആണ്. The second L represent leftmost derivation and 1 represent എന്താണ്? The lookaheads ആണ്. Okay, so ഇതില് LL1 or not എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് കൺസ്ട്രക്ട് ചെയ്യുക? പ്രിഡിക്റ്റീവ് പാസിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇഫ് ആ എൻട്രീസ് ഏതെങ്കിലും എൻട്രിയിൽ മോർ ദാൻ 1 ഓപ്ഷൻസ് വരുവാണെങ്കിൽ then we used to say that the given grammar is not LL1. എല്ലാ എൻട്രീസിലും ഒറ്റ ഒരു പ്രൊഡക്ഷനെ ഉണ്ടെങ്കിൽ then we used to say that the grammar is of type LL1. ഓക്കെ, അതായത് LL1 ആണ് മെയിനായിട്ട് എന്തിനെ അവോയ്ഡ് ചെയ്യുന്നത്? ബാക്ക് ട്രാക്കിങ്ങിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 2 പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോഴും എന്താണ് അപ്ലൈ ആവുന്നത്? ബാക്ക് ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ പ്രിഡിക്റ്റീവ് പാസിംഗും സംടൈംസ് ഇറ്റ് മേ കോസ് ബാക്ക് ട്രാക്കിംഗ്. ഓക്കെ, മോഡ്യൂൾ 2 ക്ലിയർ ആണോ ഇത്? ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ബോട്ടം അപ്പ് പാസിംഗ്. മാധവ്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. എന്താണ് ബോട്ടം അപ്പ് പാസിംഗ്? അതല്ലേ മറ്റേ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് ഒക്കെ. സോ ഫസ്റ്റ് ബോട്ടം അപ്പ് പാസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബോട്ടമിൽ നിന്ന് തുടങ്ങി ടോപ്പിലോട്ട് പോകും. ഓക്കെ, ഫ്രം ലീഫ് നോഡ് ടു ഏതാണ്? റൂട്ടാണ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് എന്താണ്? ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് മാധവ് പറഞ്ഞോ. ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് എന്താ? അതാ ഇൻപുട്ട് വന്നിട്ട് അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് കിട്ടുമെന്ന്. അതല്ലേ? ഓക്കെ,
സോ ഇതിൽ എന്തൊക്കെയാണ് ആക്ഷൻസ് ഉള്ളത്? ഷിഫ്റ്റ്, റെഡ്യൂസ്, ആക്സെപ്റ്റ്, എറർ. എറർ. ഓക്കെ. സോ ഇതിൽ വരുന്ന പ്രോബ്ലംസ് എന്താണ് ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗിൽ? റെഡ്യൂസ് പാസിംഗിൽ വരുന്ന എറർ ഇതെന്താണ്? കോൺഫ്ലിക്റ്റ് എന്താണ്? ഷിഫ്റ്റ് റെഡ്യൂസും റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. ഷിഫ്റ്റ് റെഡ്യൂസ് ഓർ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത്. ഓക്കെ. സോ നോർമലി ഇറ്റ് ഹാസ് എന്താണ് 4 ആക്ഷൻസ് ആണ്. ഷിഫ്റ്റ്, റെഡ്യൂസ്, അക്സെപ്റ്റ് ആൻഡ് എറർ ആണ്. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ദ ഇൻപുട്ട് ഇസ് ഷിഫ്റ്റഡ് ടു ദി ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ആൻഡ് റെഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? തന്നിട്ടുള്ള പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യാം ബൈ എന്താണ് ഏതെങ്കിലും പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ. അക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ സക്സസ്ഫുൾ കംപ്ലീഷൻ. എറർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എന്താണ് സിൻടാക്സ് എറർ വരുവാണെങ്കിൽ ഇറ്റ് കോൾസ് ദി എറർ റിക്കവറി റൂട്ടീൻസിനെ കോൾ ചെയ്യും. ഓക്കെ. സോ ദ നെക്സ്റ്റ് കംസ് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിംഗ്. ഇറ്റ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ആണ്. ഓപ്പറേറ്റർ പ്രസിഡൻസ് ടൈപ്പ് ഓഫ് പാസറിൽ ഏതൊക്കെയാണ് വരുന്നത്? Operator precedence passing and LR passing. LR passing in further categories are SLR, canonical CLR and LALR. Okay. So operator precedence passing in the suppose ഓരോ ഓപ്പറേറ്ററിനെ മാത്രം സപ്പോർട്ട് ചെയ്യും. ഓക്കെ. സപ്പോർട്ട് ഓപ്പറേറ്റർ ഗ്രാമർ, അതായത് രണ്ട് ഓപ്പറൻസിന്റെ ഇടയിൽ ഒരു ഓപ്പറേറ്റർ വരുവാണെങ്കിൽ മാത്രം അങ്ങനത്തെ ഗ്രാമറിനെ മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്യുക. എല്ലാ ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സിനും സപ്പോർട്ട് ചെയ്യത്തില്ല. ആൻഡ് ഓൾസോ നോ പ്രൊഡക്ഷൻ ഷുഡ് ഹാവ് എന്താണ് എപ്സിലോൺ ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ്. അതുപോലെ രണ്ട് നോൺ ടെർമിനൽസ് അടുപ്പിച്ച് വരാനും പാടില്ല. ഓക്കെ. സോ അങ്ങനത്തെ ഗ്രാമറിനെ ഏത് സപ്പോർട്ട് ചെയ്യുന്നില്ല? ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനെ ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറയും. അതായത് രണ്ട് നോൺ ടെർമിനൽസ് വരുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേറ്റർ വേണം. ഓക്കെ. സോ അങ്ങനത്തെ ഗ്രാമറിനെയാണ് ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറയുക. അത് മാത്രമാണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഹിയർ വി ഹാവ് എന്താണ് പ്രിസിഡൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് A less than B എന്ന് പറയുന്നത് A is precedence to B and A takes precedence of B and A takes precedence over. അങ്ങനെ 3 റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റർ പ്രിസിഡൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഹിയർ സെറ്റ് ഓഫ് റൂൾസ് തന്നിട്ടുണ്ട്. സോ ആ റൂളിനെ ബേസ് ചെയ്താണ് ഫസ്റ്റ് തന്നെ എന്ത് ക്രിയേറ്റ് ചെയ്യുക? ഓപ്പറേറ്റർ പ്രിസിഡൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. സോ ഓപ്പറേറ്റർ പ്രിസിഡൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ഓപ്പറേറ്റർ θ1 ഹാസ് ഹയർ പ്രിസിഡൻസ് ദാൻ ഓപ്പറേറ്റർ θ2 ആണെങ്കിൽ θ1 greater than θ2 and θ2 less than θ1. Okay. Then rule 3 എന്ന് പറയുന്നത് എന്താണ്? If ID has a higher precedence than any other operator. So theta less than ID and ID greater than theta. ഇവിടെ theta എന്ന് പറയുന്നത് any other operator ആണ്. അതുപോലെ dollar has less precedence than any other operator. So dollar less than theta and theta greater than dollar. Okay. So ഒരു സ്പെഷ്യൽ കേസ് ആണ് ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റിനും ഉള്ളത്. സോ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ എന്താണ്? തീറ്റ ലെസ് ദാൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ലെസ് ദാൻ തീറ്റ. ഓക്കെ. അതുപോലെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഗ്രേറ്റർ ദാൻ തീറ്റ ആൻഡ് തീറ്റ ഗ്രേറ്റർ ദാൻ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ. സോ ഇത് കൂടാണ്ട് എന്താണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്? ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും സെയിം പ്രസിഡൻസ് ആണെങ്കിൽ അപ്പോൾ എന്ത് നോക്കണം? അതിന്റെ അസോസിയേറ്റിവിറ്റി നോക്കുക. സോ അസോസിയേറ്റിവിറ്റി ലെഫ്റ്റ് ആണെങ്കിൽ θ1 greater than θ2 and θ2 greater than θ1. അതുപോലെ റൈറ്റ് അസോസിയേറ്റീവ് ആണെങ്കിൽ θ1 less than θ2 and θ2 less than θ1. ഓക്കെ. അതുപോലെ പ്രസിഡൻസ് ഡിഫൈൻ ചെയ്യാത്ത കുറേ ഇത് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ഐ ഡി ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഐ ഡി ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഐ ഡി കോമ ഐ ഡി. ഇതിനൊന്നും പ്രസിഡൻസ് ഡിഫൈൻഡ് അല്ല. ഓക്കെ. സോ ഇതിനെ ബേസ് ചെയ്ത് എന്ത് ക്രിയേറ്റ് ചെയ്യുക? ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ നമ്മുടെ ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻപുട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സ്റ്റാക്ക് ടോപ്പിലുള്ള എലമെന്റും ഇൻപുട്ടും കൂടി ചെക്ക് ചെയ്യുക. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രസിഡൻസ് നമ്മുടെ പ്രസിഡൻസ് ടേബിളിൽ ചെക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് ലെസ് ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുക. സ്റ്റാക്കിലോട്ട് ആ ഇൻപുട്ടിനെ ഷിഫ്റ്റ് ചെയ്യുക. ലെസ് ഓർ ഈക്വൽ ടു ആണ് വരുന്നതെങ്കിൽ സ്റ്റാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഗ്രേറ്റർ ആണ് വരുന്നതെങ്കിൽ ആ എലമെന്റിനെ ഓഫ് ചെയ്യുക. ഓക്കെ.
ഓക്കെ. സോ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് $, ആണെങ്കിൽ അക്സെപ്റ്റഡ് ആണ്. ഓക്കെ. ദെൻ കംസ് ദി LR പാസിംഗ്. LR പാസിംഗിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് പാസർ ആണുള്ളത്: SLR, CLR, LALR. സോ SLR എന്ന് പറയുമ്പോൾ സിമ്പിൾ LR പാസ്. സോ ഇതിൽ എല്ലാ കേസിലും ഇൻപുട്ട് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ പാസിംഗ് അൽഗോരിതം സെയിം ആണ്. ഓക്കെ, എല്ലാ ഇതിലും പാസിംഗ് അൽഗോരിതം സെയിം ആണ്. ടേബിൾ ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ ശരിക്കും നമുക്ക് ലെഫ്റ്റ് പ്രിക്കോഷൻസ് ഒന്നും എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രൊഡക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ക്ലോഷറും ഗോട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇഫ് ഡോട്ട് കംസ് ബിഫോർ എ നോൺ ടെർമിനൽ ആണെങ്കിൽ അതിൻ്റെയും എന്ത് ആഡ് ചെയ്യാം, പ്രൊഡക്ഷൻസ് നമ്മുടെ സെറ്റ് ഓഫ് ഐറ്റത്തിൽ ആഡ് ചെയ്യാം. ഓക്കെ. സോ സെറ്റ് ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഒരു ഗ്രാമർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഡോട്ട് മൂവ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യണം, ഡോട്ട് പ്ലസ് റീസെറ്റ് ലാസ്റ്റ് പൊസിഷൻ ആയിട്ട്. ഓക്കെ. സോ ഇതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ എന്തെങ്കിലും ടേബിൾ വരയ്ക്കുമ്പോഴത്തേക്ക് റൂട്ട് പാർട്ടെല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ ഒന്നതിനകത്ത് കമ്പോണന്റ് വരുന്നുണ്ട്. സെക്കൻഡ് കമ്പോണന്റ് വരുന്നുണ്ട്. അത് CLR. LR ഓഫ് 0 ഐറ്റംസ്, കനോണിക്കൽ LR ഓഫ് 0 ഐറ്റം എന്ന് പറയുന്നത് SLR ആണ്. കനോണിക്കൽ LR ഓഫ് 1 ഐറ്റം എന്ന് പറയുന്നത് CLR ആണ്. മനസ്സിലായ? പാസറിൽ പാസറിൽ SLR പാസർ എന്ന് ചോദിക്കാം. ഓർ അതർവൈസ് എന്താണ്, കനോണിക്കൽ LR ഓഫ് 0 ഐറ്റംസ് ജനറേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതെന്താണ്, SLR ആണ്. അല്ലെങ്കിൽ എന്താണ്, LR ഓഫ് 1 ഐറ്റംസും ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് CLR ആണ്. ഓക്കെ. കനോണിക്കൽ എന്ന് കണ്ട ഉടനെ അത് CLR എന്ന് പറയുന്നത്. SLRന്റെ ആ സെറ്റ് ഓഫ് ഐറ്റത്തിനെ നമ്മൾ എങ്ങനെ പറയും, കനോണിക്കൽ LR ഓഫ് 0 ഐറ്റംസ് എന്ന് പറയും. ഓക്കെ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ CLRന്റെ അകത്ത് തന്നെ മറ്റേ രണ്ട് ഇതിനെ ഒരുമിച്ച് എഴുതുന്ന കേസില്ല, മറ്റേ 3 6 എന്നൊക്കെ ഒരുമിച്ച് എഴുതത്തില്ല. അത് LALR. അത് കമ്പോണൻസ് വരുന്നതിന് മാത്രമല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ല ഇപ്പം ഈ LR ഓഫ് 0 എന്ന് പറയുന്നത് അതിന് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല, LR ഓഫ് 0 ഐറ്റംസിന് വേണ്ട. LALR ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, CLR കൺസ്ട്രക്ട് ചെയ്യാം. CLR കൺസ്ട്രക്ട് ചെയ്തിട്ടേ നമുക്ക് എന്ത് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ, LALRൽ ഉള്ള 4 ഐറ്റംസ് സെയിമും സെക്കൻഡ് കമ്പോണന്റ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതിനെ ഒറ്റ ഐറ്റമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിനെ രണ്ട് സ്റ്റേറ്റിനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്. LALR എന്ന് പറയുന്നതും ഇറ്റ് ഇസ് ലുക്ക് അഹെഡ് 1 തന്നെയാണ്. ബട്ട് ഇവിടെ CLR കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, രണ്ടിലും സെയിം 4 വാല്യൂസും ഡിഫറെൻറ്റ് സെക്കൻഡ് കമ്പോണന്റും വരുന്നതിനെ ഒറ്റ ഒരു ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റും. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇവിടെ യൂസ് ചെയ്യുന്നത് LR ഗ്രാമർ ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ലെഫ്റ്റ് L which represent ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ്, R which represent എന്താണ്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഇൻ റിവേഴ്സ് ആണ്. ഓക്കെ. 1 which represents the look ahead. ഓക്കെ. സോ ഇതിലും എന്താണ്, ഇപ്പോൾ ഒരു ഗ്രാമർ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് SLR കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു. SLR കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിന്റെ കോൺഫ്ലിക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇൻ കേസ് എന്താണ്, ഏതെങ്കിലും എൻട്രിയിൽ മോർ ദാൻ 1 കേസസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അത് ഏത് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. കോൺഫ്ലിക്റ്റ് ഈ പറഞ്ഞ എല്ലാത്തിന്റെ അതും വരാമല്ലോ. നോർമലായിട്ട് നമ്മൾ ഈ ഫോളോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഏതിലായിരിക്കും SLRൽ വരാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ നമ്മൾ ചെയ്തത് മറ്റേ ഇതിന്റെ അല്ലായിരുന്നു, കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ നോക്കിയത് മറ്റേ അല്ലല്ല, ഇന്നലെ നമ്മൾ ചെയ്ത SLR ആയിരുന്നു. ഓക്കെ. ഇതില് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ടോപ്പിക് റിപ്പീറ്റ് ചെയ്യണോ? എല്ലാം ക്ലിയർ ആണ്.
കൂടുതൽ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പാർവതി ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല. കുഴപ്പമില്ല, ഒന്നുകൂടെ ചെയ്ത് നോക്കണം. ആ സോ നോർമൽ കേസിൽ മിസ്റ്റേക്സ് വരാനുള്ളത് പ്രിഡിക്റ്റീവ് പാസറും ഇതും കൂടിയിട്ട് കൺഫ്യൂസ് ആവരുത്. പ്രിഡിക്റ്റീവില് എന്ത് എലിമിനേറ്റ് ചെയ്യണം? ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യണം. എല്ലാ പാസറിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ലെഫ്റ്റ് റിക്കർഷൻ എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇന്നലത്തെ ഇത് ചെയ്തതായിരുന്നു. ഇന്നലെ നമ്മൾ എ ബി വെച്ചിട്ടായിരുന്നു ചെക്ക് ചെയ്തത്. അപ്പം നോട്ട് അക്സെപ്റ്റൻസ് എന്നുള്ള രീതിയിലായിരുന്നു കിട്ടിയത് അല്ലേ? ബി വെച്ച് ചെക്ക് ചെയ്തായിരുന്നു അല്ല ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തില് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ചെക്ക് ചെയ്തായിരുന്നു ബി? ആ ചെയ്യുമായിരിക്കും. ചെയ്തിട്ടില്ല. അതൊന്ന് വേഗം എടുത്തിട്ടൊന്ന് ചെയ്തേ, ഫിനിഷ് ചെയ്തേ. ഇൻപുട്ട് എന്തായിരുന്നു? ബി. ചെയ്യുന്നുണ്ടോ നിങ്ങള്? ചെയ്യണം. ആ മെസ്സേജ് ചെയ്യുക.
കിട്ടിയോ? ഇല്ല മിസ്സേ, ചെയ്യാം. കിട്ടി മിസ്സേ, അക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. മെർലിൻ ആ മിസ്സേ, കിട്ടിയോ? ആ മിസ്സേ ഞാൻ ചെയ്തു. ആ ഓക്കെ. റുബിൻ കിട്ടിയോ? ചെയ്തായിരുന്നോ? ആ ഇന്നലെ ചെയ്തത് AAB എന്നുള്ള ഇൻപുട്ടിലായിരുന്നു. ആ ഇപ്പൊ ചെയ്യാൻ പറഞ്ഞു ABB. ആ കൃഷ്ണരാജ് ആ കിട്ടിയോ? നോക്കൂട്ട്. ഓക്കെ. ആബ്സെന്റ് ഈസ് ആദിൽ, അഭിജിത്ത്, ആൻജോ, ആരവ്, ജിച്ചു, ജീവൻ, ജോസ്വിൻ, റുബിൻ, ഹാഫിസ്, നജ്മ, ശ്രീപ്രസാദ്, ശ്രുതി, വിഷ്ണുപ്രിയ, അജീന, അഖിൽ. അല്ലേ? വേറെ ആരെങ്കിലും? ഇവരാരും ജോയിൻ ചെയ്തിട്ടില്ലല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് മോഡ്യൂള് സീരീസ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് പഠിച്ചിട്ട് എക്സാം എഴുതാൻ നോക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇത്രയും ദിവസം എടുത്തതും കുറേ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തതുമാണ്. അതൊന്ന് മനസ്സിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പഠിക്കുക. പഠിച്ചിട്ട് എക്സാം എഴുതുക. ഓക്കെ. വെറുതെ നോക്കി എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ. ലാസ്റ്റ് എന്താണെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. അതുകൊണ്ട് ഒന്ന് പഠിച്ചിട്ടൊക്കെ എക്സാം എഴുതുക. ഓക്കെ. പിന്നെ കോംപ്രിഹെൻസീവിൻ്റെ MCQ മൺഡേ ഉണ്ടാവും. ഓക്കെ. ഈ 3 ദിവസം ഇനി ക്ലാസ്സസ് ഇല്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് മൺഡേ MCQ ഉണ്ടാവും കേട്ടോ. കോംപ്രിഹെൻസീവിൻ്റെ POC ആണ്. ഓക്കെ. ഓക്കെ മിസ്സേ, ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു.